ഹായ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ന്യൂ ഇയറൊക്കെ അല്ലായിരുന്നോ? പുതിയ വർഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ആരോഗ്യവും ആയുസ്സും നൽകി അള്ളാഹു അനുഗ്രഹിക്കട്ടെ എന്ന് ദുആ ചെയ്യുന്നു. അപ്പോഴും നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് പോകാം. ഇന്ന് സൺഡേ ഒക്കെ അല്ലേ? സൺഡേ ഒക്കെ ആകുമ്പം ഇത് നമുക്ക് കുറച്ച് മീനും ചിക്കനും ഒക്കെ ഉണ്ട് കേട്ടോ. അന്നേരം ഇത് രണ്ടും ഇന്ന് ഒന്നിച്ചൊന്നും എടുക്കുന്നില്ല. മീൻ നമുക്ക് വെട്ടിക്കഴുകി വെക്കണം, ചിക്കൻ ഇന്ന് ഇച്ചിരി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴേ ഇന്ന് ഇതൊക്കെയാണ് ഇന്നത്തെ പരിപാടികൾ. പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് കപ്പയും കൂടെ ഉണ്ട് കേട്ടോ. കപ്പയും കഴിക്കണം. അപ്പോഴേ ഇതൊക്കെ ഒന്ന് റെഡിയാക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. ഇത് പുതുവർഷത്തെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഒക്കെ ഇടയിൽ കുറവായിരുന്നു. കുറേ ഹോസ്പിറ്റൽ കാര്യങ്ങളും കുറേ ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് വീഡിയോ ഒന്നും ഇടാൻ പറ്റാഞ്ഞത്. ഇനിയിപ്പം കണ്ടിന്യൂ ആയിട്ട് വീഡിയോ ഒക്കെ ഇടണം എന്നാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് നടക്കുമോ ഇല്ലയോ എന്നൊന്നും അറിയില്ല. ഈ മീനിനെ നിങ്ങളുടെ അവിടെയൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയില്ല. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, തേടെന്നാണ് പറയുന്നത്. ഇതിനെ ക്ലീൻ ചെയ്തൊക്കെ എടുക്കണമെങ്കിൽ ഒരുപാട് താമസമുണ്ട് കേട്ടോ. നമ്മൾ ഉപ്പൊക്കെ ഇട്ട് കല്ലിലൊക്കെ തേച്ച് കഴുകി ഉരച്ച് വേണം ഇതിനെ വൃത്തിയാക്കി എടുക്കുക. അപ്പോഴും നമുക്ക് ഇതിനെയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തിട്ട് വരാം. അങ്ങനെ നമ്മുടെ മീനിനെ നമ്മൾ ക്ലീനാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇന്ന് പക്ഷേ ഞാൻ ഇത് കറി വയ്ക്കാനൊന്നും എടുക്കുന്നില്ല. എൻ്റെ ഞവളയൊക്കെ കളഞ്ഞ് ഇത് വൃത്തിയാക്കുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു ടാസ്ക്കാണ് കേട്ടോ. കുറേ സമയം എടുക്കും നമ്മളിത് ക്ലീൻ ചെയ്ത് ഇങ്ങനെ എടുക്കണമെങ്കിൽ. മൊത്തം ഉളുമ്പല്ലേ, അതെല്ലാം കളഞ്ഞ് ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് അതുപോലെ ഇന്ന് ഇത്രയും ചിക്കനെ നമ്മൾ എടുക്കുന്നുള്ളൂ. ബാക്കി എടുത്തങ്ങ് ഫ്രിഡ്ജിൽ വയ്ക്കാം എല്ലാം കൂടെ. അപ്പോഴും മീൻ ക്ലീനാക്കി നമുക്ക് ഇതുപോലെ ഇതിലിട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ഉപ്പും ഇട്ട് ഫ്രീസറിൽ വെച്ചേക്കാം. ചിക്കന് ഞാൻ ഇത്രയും ഫ്രീസറിൽ വയ്ക്കാൻ പോവുകയാണ് കേട്ടോ. പിന്നെ ഇച്ചിരി ചാളയുണ്ട്. ഇവിടെയൊക്കെ ചാളയെന്നാണ് പറയുന്നത്, എന്താ പറയുന്നതെന്ന് അറിയത്തില്ല. ഇതെല്ലാം ക്ലീൻ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചേക്കാം. ഇനി ആവശ്യമുള്ളപ്പോൾ നമുക്ക് എടുത്താൽ മതി. അല്ലാതെ എല്ലാം കൂടെ അങ്ങനെ വെക്കുന്ന പതിവില്ല കേട്ടോ. ഏതെങ്കിലും ഓരോ കൂട്ടം ഒരു ദിവസം, അത്രയേ ഉള്ളൂ. ഇതാകുമ്പോൾ എപ്പോഴും മീനെ കറി വയ്ക്കാമൊന്നുമില്ലേ എന്നൊന്നും പറഞ്ഞ് നടക്കണ്ടല്ലോ. നമുക്ക് ഞായറാഴ്ച ഒരു ദിവസം ഇത് കണക്കെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചാൽ ആവശ്യാനുസരണം എടുത്താൽ മതി. അപ്പോൾ ഇതെല്ലാം നമുക്ക് അടച്ച് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് ഇച്ചിരി ഉപ്പൊക്കെ ഇട്ട് ഇങ്ങനെ ഇതിനെ അടച്ച് ഫ്രീസറിലോട്ട് വയ്ക്കാം. ഇങ്ങനെ നമ്മൾ ഇത് മൂന്നും ഫ്രീസറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആവശ്യമുള്ളപ്പോൾ നമ്മളെടുത്ത് കറി വെച്ചാൽ മാത്രം മതി. ഇന്നപ്പോൾ നമ്മളെടുക്കുന്നത് ചിക്കനാണ് കേട്ടോ. ചിക്കൻ എല്ലാവരും വെക്കുന്ന കണക്ക് നമ്മൾ സാധാ ചിക്കൻ കറി തന്നെയാണ് വെക്കാൻ പോകുന്നത്. ഇന്ന് ചിക്കൻ ചീനി, ഇവിടെ ചീനി എന്നും പറയും, കപ്പയെന്ന് പറയും. നിങ്ങളൊക്കെ എന്താണ് പറയുന്നതെന്ന് അറിയത്തില്ല. ഞങ്ങളന്നേരം ചീനി എന്നാണ് പറയുന്നത് കേട്ടോ. ഇന്ന് ഇത് രണ്ടേ കറി വയ്ക്കുന്നത്. കണ്ടോ, അതിനിടയ്ക്ക് ഈ കുരുത്തം കെട്ടത് എവിടേക്കോ ഓടിപ്പോയിട്ട് ഇപ്പം ഞാൻ പിടിച്ചുകൊണ്ട് വന്ന് ഇവിടോട്ട് ഇങ്ങനെ കൊടുത്തിട്ട് കേട്ടോ. കുരുത്തക്കേടാണ്. ഇപ്പം നിന്ന് തിന്നുന്ന കണ്ടില്ലയോ കുരുത്തക്കേടേ. ലക്കി 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 ഇച്ചിരി നേരം പുറത്ത് പോയി കളിക്കട്ടെ എന്ന് വിചാരിച്ചാൽ ഇവിടെ എങ്ങും അല്ല കേട്ടോ പോകുന്നത്. അപ്പുറത്തെ ഇപ്പുറത്തെ വീടുകളിലെല്ലാം ഓടിപ്പോയി. ഇവിടെയൊക്കെ പട്ടിയുണ്ട്, അപ്പോഴേ പിടിച്ചുകൊണ്ട് പോയി കളയും. അതുകൊണ്ട് ഞാൻ നിൽക്കുമ്പോൾ ഇങ്ങനെ ഒന്ന് കൊരുത്ത് ഇവിടോട്ടിടും. ലക്കി കണ്ടോ, ആ ബെൽറ്റ് ഊരി എൻ്റെ കൈ ഇതായിരിക്കുന്നു. എന്നിട്ട് ഇവിടെ വന്ന് അടുത്ത പരിപാടി കാണിക്കുകയാണ് കേട്ടോ. കുരുത്തക്കേടേ ഉണ്ടെങ്കിലും കുരുത്തക്കേട് കണ്ടോ. ഇതൊക്കെയാണ് പരിപാടി. എന്ത് ചെയ്യാൻ പറ്റും, പറഞ്ഞാലൊന്നും കേൾക്കില്ല. ഇവിടെ വാ, ഇവിടെ വരാന്. കണ്ടോ, ബെൽറ്റ് ഇട്ടതിൻ്റെ ദേഷ്യം തീർക്കുന്നത് കണ്ടോ. ഇതൊക്കെയാണ് ഇവിടെ കാണിച്ചു കൂട്ടുന്ന പരിപാടി. കണ്ടോ, ഇങ്ങനെയൊക്കെയുള്ള പരിപാടികളാണ് ലക്കി ഇവിടെ കാണിച്ചു കൂട്ടുന്നത്. ലക്കിക്ക് വെളിയിൽ പോകണം. ലക്കി വാ,
തൽക്കാലം ഞാൻ ഇവിടെ കൊണ്ടിട്ട് കേട്ടോ, ഇവിടെ കിടക്കട്ടെ. എന്നിട്ട് എൻ്റെ ജോലിയൊക്കെ ഒതുക്കട്ടെ. അല്ലാതെ അഴിച്ചു വിട്ടാൽ ഇവിടെ എല്ലാം ഓടി കിടക്കും. ഇവിടെ കിടന്നു കേട്ടോ. ഇതൊക്കെ പൊന്നോൾ അവിടെ കിടക്ക്. ഇത് നമ്മൾ ചിക്കൻ കറി വയ്ക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ ഇതാ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതെല്ലാം ഒന്ന് ക്ലീൻ ആക്കണം. ക്ലീനാക്കി ഇതും കൂടെ കറി വെക്കണം. ഇതെല്ലാം വീഡിയോയ്ക്ക് കുറച്ച് പോരായ്മയൊക്കെ കാണും, പക്ഷേ എല്ലാവരും ക്ഷമിക്കണം. എന്നിട്ട് എല്ലാവരും വീഡിയോ കാണണം, കാണാതിരിക്കരുത്. ഇവിടെ ഇപ്പം വേറെ ആരുമില്ല. മോൻ ജോലിക്ക് പോയി, ഹസ്ബൻഡും ജോലിക്ക് പോയി. അപ്പോഴും ഞാൻ ഒറ്റയ്ക്കാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ. അതിൻ്റേതായ കുറേ ബുദ്ധിമുട്ടുകളും വീഡിയോയ്ക്കും ഒക്കെ കാണും. പിന്നെ വലിയ രീതിയിൽ നമുക്ക് എഡിറ്റ് ചെയ്യാനോ അങ്ങനൊന്നും അറിയത്തുമില്ല. പിന്നെ ഇത് നമുക്കും എന്തെങ്കിലുമൊക്കെ ചെയ്യണമല്ലോ എന്ന് തോന്നി അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതാണ് കേട്ടോ. ഇവിടെ പിന്നെ വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് എല്ലാവരും കൂടെ കൂട്ടിയുള്ള വീഡിയോ അങ്ങനെ എടുക്കാനോ അങ്ങനൊന്നും പറ്റത്തില്ല. അല്ലെങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ പോകണം. വീട്ടിൽ പോയാൽ അവിടെ എല്ലാവരും ഉണ്ട്. ഇവിടെ അടുത്ത് തന്നെയാണ് വീട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പോകാനും വരാനും ഒന്നും താമസമൊന്നുമില്ല. പോയി വരികയൊക്കെ ചെയ്യാം. അങ്ങനെ നമ്മുടെ ചിക്കനൊക്കെ ക്ലീൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. നല്ലപോലെ ക്ലീൻ ചെയ്ത് ഉള്ളിയും അതൊക്കെ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചീനി പൊളിച്ച് വെച്ച് നമുക്ക് ഇത്രയും ചീനിയുടെ ആവശ്യമുള്ളൂ കേട്ടോ. ഒരുപാട് ആവശ്യമില്ല, കുറച്ച് മതി. ഇവിടെ എല്ലാവരും ഫുഡ് കുറച്ചാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് ഇത്രയൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് ഇച്ചിരി ചിക്കൻ മസാല ഇട്ട് ഒന്ന് പുരട്ടി വെക്കണം കേട്ടോ. ചിക്കൻ മസാല ഇതാണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. അത് നമ്മുടെ ചിക്കനിലേക്ക് എടുക്കുക കേട്ടോ. ചിക്കൻ ഇനി ഇതിലേക്ക് ഇട്ടിട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി ഇട്ട് ഒന്ന് വിരവി വയ്ക്കാം. ഞാൻ കുറച്ച് ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ, കുറച്ച് മതി. അത് നമുക്കൊന്ന് പുരട്ടി വയ്ക്കാം. ഇങ്ങനെ ഒന്ന് പുരട്ടി വയ്ക്കുമ്പം ചിക്കൻ കറി വെച്ചാൽ നല്ലൊരു ടേസ്റ്റൊക്കെയാണ് കേട്ടോ. കുറച്ചിങ്ങനെ പുരട്ടി വയ്ക്കുന്നത് നല്ലത്. കുറച്ചുകൂടെ അങ്ങനെ നമ്മൾ കുറച്ച് ചിക്കൻ മസാല ഇങ്ങനെ പുരട്ടി വയ്ക്കാം. അതിവിടെ സെറ്റാവട്ടെ. നമുക്കിനി ചീനി അരി കേട്ടോ. ചീനി അരിഞ്ഞ് അടുപ്പിലോട്ട് വെക്കണം. ഞങ്ങൾ ചീനി അരിയുന്നത് ഇങ്ങനെ, എല്ലാവരും ഞുറുക്കിയായിരിക്കും അരിയുന്നത്. ഞങ്ങൾ ചീനി അരിയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ചീനി അരിയുമ്പോൾ എന്താണ്ട് ഇങ്ങനെ കിട്ടും. അല്ലാതെ നമ്മളിങ്ങനെ ഞുറുക്കിയല്ല ഇടുന്നത്, ഇങ്ങനെയാണ് ചീനി അരിയുന്നത്. എല്ലാവരും എങ്ങനെയാണെന്ന് അറിയില്ല നമുക്ക്. പിന്നെ സംസാരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഇവിടെ കോഴിയുണ്ട് കേട്ടോ. അതുകൊണ്ട് കോഴിയുടെയൊക്കെ കരച്ചിൽ ഭയങ്കരമായിട്ടുണ്ട്. അതെല്ലാം വീഡിയോയിൽ വരുമായിരിക്കാം. അതിനെ എഡിറ്റ് ചെയ്യാൻ നേരമേ അറിയത്തുള്ളൂ. അതൊക്കെ ഉണ്ട് ശബ്ദങ്ങൾ. പറഞ്ഞു തീർന്നില്ല. അടുത്തത് അതിന് മുമ്പ് കൂവിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമ്മൾ കടയിൽ നിന്ന് അങ്ങനെ മുട്ട മേടിക്കാറില്ല. നമ്മൾ അന്നോട്ടേ നമ്മുടെ ആവശ്യത്തിനുള്ള മുട്ടയ്ക്ക് നമ്മൾ കോഴിയെ വളർത്തും. അതിനെ വളർത്തിയ ആവശ്യമുള്ള മുട്ട നമ്മുടെ വീട്ടിൽ കാണും എപ്പോഴും. അതുകൊണ്ട് അങ്ങനെ പുറത്തുനിന്ന് മുട്ട മേടിക്കാറില്ല. പിന്നെ വല്ലപ്പോഴും ചിലപ്പോൾ മേടിക്കുക. എന്താണെന്ന് വെച്ചാൽ മോൻ ഒരുപാട് ഈ മുട്ട കഴിക്കില്ല. അതുകൊണ്ട് ചിലപ്പോഴൊക്കെ കുറച്ച് 5 എണ്ണോ അങ്ങനെ മേടിച്ച് അവന് വേണ്ടി വയ്ക്കും. എങ്കിലും നമുക്ക് എപ്പോഴും ഇഷ്ടം നമ്മുടെ ഇവിടുത്തെ കോഴിയുടെ മുട്ട തന്നെയാണ് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് വിശ്വസിച്ച് ഉപയോഗിക്കാമല്ലോ. അതൊരു ശീലമായിപ്പോയി. എപ്പോഴും കോഴിയെ വളർത്തി അതില്ലാതിരിക്കുമ്പോൾ എന്തോ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് അവരെ വളർത്തുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ചീനി അരിയുമ്പം നമുക്ക് വേരിങ്ങനെ കിട്ടും.
അതാണ് ഇങ്ങനെ ചീനി അരിഞ്ഞാലുള്ള ഗുണം. അങ്ങനെ നമ്മൾ ചീനി ഏകദേശം അരിഞ്ഞ് തീരാറായിട്ടുണ്ട് കേട്ടോ. വേരിൽ കുറച്ച് ചീനി പോവും, അത് പക്ഷേ വേരല്ല, ഇതൊക്കെ വേരാണ് കേട്ടോ. ഇതൊന്നും ഞാൻ എടുക്കാറില്ല. ഇത് കണ്ടോ, കൊത്തിയിട്ട് കൊത്തു പോലും ഏൽക്കുന്നില്ല, കുറച്ച് വേരുണ്ട് ഇതിനകത്ത്, അതുകൊണ്ട് അത് വേണ്ട. ഇങ്ങനെയാണ് നമ്മൾ ചീനി അരിയുന്നത്. എല്ലാവരും എങ്ങനെയാണ് അരിയുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. ഞങ്ങളുടെ ചീനി അരിച്ചിലൊക്കെ താണ്ടേ ഇങ്ങനെയാണ്. നമ്മുടെ കപ്പ അങ്ങനെ അരിഞ്ഞു കഴിഞ്ഞു. നമുക്ക് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കണം. ഇങ്ങനെ നമ്മുടെ കപ്പ അരിഞ്ഞ് കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇത്ര ആവശ്യമുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുത്തുള്ളൂ. നമ്മൾ 3 പേര് ഇത്രേ കഴിക്കുള്ളൂ, അതുകൊണ്ടാണ് ഇത്ര എടുത്തത്. ബാക്കി കപ്പ എടുത്ത് ഞാനങ്ങ് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. ഇതുപോലെ ആവശ്യമുള്ളപ്പോൾ ഇച്ചിരി എടുക്കും. അങ്ങനെ നമ്മുടെ കപ്പ വേവിക്കാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാനുള്ള സവാളയൊക്കെ അരിയണം. ഇതെല്ലാം ഒന്ന് ചതച്ചെടുക്കണം. പിന്നെ ഇവിടെ 2 പച്ചമുളക് ചേർക്കൂ. പച്ചമുളകിൻ്റെ സ്മെല്ല് ഒരുപാട് ആർക്കും ഇഷ്ടമല്ലാത്തതുകൊണ്ട് 2 എണ്ണേ ഇടുന്നുള്ളൂ. നമ്മുടെ സവാള നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ. ഇവിടെ അല്ലാതെ ചോപ്പിങ് അങ്ങനെയുള്ള സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. നമ്മളെല്ലാം ഇങ്ങനെ തന്നെയാണ് ചെയ്യാറ്. എനിക്കിതാണ് എളുപ്പവും മറ്റുള്ളതിനെക്കാട്ടിലും. ഇതാകുമ്പം നമുക്ക് സൗകര്യത്തിനിരുന്ന് അരിയാലോ. ശബ്ദം എത്രത്തോളം കേൾക്കുമെന്നറിയില്ല. മൈക്ക് മേടിച്ചായിരുന്നു, പക്ഷേ അത് എന്തോ അതിന് കംപ്ലൈൻറ്റ് പോലെ തോന്നുന്നു. ഞാൻ 2 മൈക്ക് മേടിച്ചു, 2ഉം പക്ഷേ ശരിയാവുന്നില്ല. ഏതാണ് നല്ലതെന്നൊന്ന് കമൻറ്റ് ചെയ്യൂ. ഒരെണ്ണം 1000 രൂപയായിരുന്നു, ഒരെണ്ണം 700 രൂപയായിരുന്നു. 2ഉം പക്ഷേ അത്ര റെഡി ആയില്ല. അത് 2ഉം അങ്ങനെ പോയി. അപ്പം അതുകൊണ്ട് വോയിസ് കൊടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഒന്നാമത് എൻ്റെ ശബ്ദം ഒരുപാട് വലുതല്ല, ഒച്ച കുറവാണെന്ന് തോന്നുന്നു. ഇനി എഡിറ്റ് ചെയ്യുമ്പോഴേ ഇതൊക്കെ എത്രത്തോളം കറക്റ്റായിട്ടുണ്ടെന്നൊക്കെ അറിയാൻ പറ്റുള്ളൂ കേട്ടോ. എന്തെങ്കിലുമൊക്കെ പോരായ്മകൾ കാണും, അതെല്ലാം നിങ്ങൾ ക്ഷമിക്കണേ. വീഡിയോ കാണുന്നവർ കുറ്റമായിട്ടൊന്നും കമൻ്റ് ഇടരുത്. നമ്മൾ എന്ത് സ്പീഡിൽ അരിഞ്ഞു കയറുന്നു എന്ന് നോക്കിക്കോ. ഇതാണ് എളുപ്പം. മറ്റതെടുക്കണം, പിന്നെ അരിയണം, പിന്നെ അത് കഴുകണം. ഇതാകുമ്പോൾ നമ്മൾ സവാള അരിഞ്ഞ് തീർന്നുണ്ടോ. ഇത്രയല്ലേ ഉള്ളൂ. സ്പീഡല്ലായിരുന്നോ? ഇതെല്ലാം കൂടെ നമ്മൾ ഒന്നിച്ചെണ്ണ ചതച്ചിട്ടോ മിക്സിയുടെ ജാറിലിട്ട്. ഇനി അത് സെപ്പറേറ്റ് ചതയ്ക്കാനൊന്നും നിൽക്കേണ്ട. നമുക്ക് ഒരുപാട് ജോലിയല്ലേ ഇതൊക്കെ. അപ്പോൾ ഇങ്ങനെ ചതച്ച് വാരി ഇങ്ങനെ എടുത്താൽ മതി. ഞാൻ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇതിപ്പോൾ വീഡിയോ എടുക്കുന്നതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഞാൻ ഇതിനെക്കാട്ടിൽ സ്പീഡിൽ എല്ലാം കൂടി എളുപ്പമാണ് ആക്കത്തേ ഉള്ളായിരുന്നു. ഈ തക്കാളിപ്പഴം കൂടെ നമുക്കൊന്ന് അരിഞ്ഞ് വയ്ക്കാം. എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതെല്ലാം കുക്ക് ചെയ്യാം. ഇത്രയും ജോലിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞാനൊന്ന് ക്ഷീണിച്ച്. ഞാൻ എന്നിട്ട് വിചാരിച്ചു ഒരു ഓറഞ്ച് പൊളിച്ച് അതിനെ ഒന്ന് കഴിക്കാമെന്ന്.
നല്ല ചൂടുണ്ട് വെയിലിന് കേട്ടോ, ഭയങ്കര ചൂട്, രാവിലെ തണുപ്പ്. അപ്പോഴാണെങ്കിൽ നമുക്ക് ജലദോഷവും തുമ്മലും അങ്ങനെയൊക്കെ ഉണ്ട്. തണുപ്പാണെങ്കിൽ ഭയങ്കരം, ഉച്ചയാകുമ്പോഴത്തേക്കിന് എന്തോ വെയിലാണ്, വെയിലിനൊക്കെ എന്തൊരു ചൂട്. അയ്യോ എൻ്റെ പൊന്നേ. അന്നേരം അത് കഴിച്ചിട്ട് വരാവേ. ഇനി നമുക്ക് ചിക്കൻ കറി വെക്കാൻ ആവശ്യമായിട്ടുള്ള സാധനം എന്തൊക്കെയാണെന്ന് നോക്കാം. പൊടികൾ വേണമല്ലോ. അതിന് നമുക്ക് ആദ്യം ഒരു ചീനിച്ചട്ടി വെച്ചിട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ച് നമുക്ക് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒന്ന് ചൂടാക്കി എടുക്കണം. ഒക്കെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ആ വെളിച്ചെണ്ണ ഒന്ന് ചൂടാക്കുമ്പോഴത്തേക്കിന് നമുക്ക് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഇട്ട് അതിൻ്റെ പച്ച ചുവയൊന്ന് മാറ്റിയെടുക്കണം. എന്നിട്ട് കറി വയ്ക്കുന്നതാണ് ടേസ്റ്റ്. ഇപ്പോഴും നമുക്ക് അങ്ങനെ ചെയ്യാം. നമുക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. തീ കുറച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. ഇരുമ്പ് ചട്ടി ആയതുകൊണ്ട് എളുപ്പം അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തീ കുറച്ചിട്ടിട്ട് ഇട്ട് കൊടുക്കാം. മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കണം. ഇതിൻ്റെ പച്ച ചുവയൊന്ന് മാറട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ പരുവം മതി. നമ്മൾ ചട്ടിയിലാണ് വെക്കുന്നത് കേട്ടോ. ഞാൻ അടുപ്പിൽ വെക്കാനാണ്, അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഗ്യാസിൽ വെച്ച് ഇതെല്ലാം വഴറ്റി ശരിയാക്കി വെച്ചിട്ട് പിന്നെ അടുപ്പിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അല്ലാതെ അടുപ്പിൻ്റെ അവിടെ വെച്ച് ഇത് വീഡിയോ എടുക്കാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. എല്ലാം റെഡിയാക്കി കഴിഞ്ഞിട്ട് എടുത്ത് അടുപ്പിലേക്ക് വയ്ക്കും. കണ്ടോ, ഇവിടെ നിന്ന് ഈ കുരയാണ് കുറയ്ക്കുന്നത്. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല കേട്ടോ. എന്തൊരു കുരയാന്ന് ചോദിക്കാൻ നിന്ന്. കണ്ടോ, ഇത് എപ്പം തൊട്ട് നിന്ന് കുരയ്ക്കുകയാണെന്നറിയാമോ? ഇതാണ് ജോലി. കാക്കയുടെ വിശപ്പ് മാറ്റുന്ന കാക്കാണ്ടോ, കോഴിക്കിട്ട് വയ്ക്കുന്ന തീറ്റ അത് മൊത്തം കാക്കയാണ് കൊണ്ടുപോകുന്നത്. എണ്ണ ചൂടായപ്പോൾ 2 ഉലുവ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും എങ്ങനെയൊക്കെയാണ് എണ്ണ ചൂടായപ്പം കുറച്ച് ഉലുവ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഉലുവ പൊട്ടുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഉപയോഗിക്കുമോ എന്നെനിക്കറിയില്ല, പക്ഷെ ഞാൻ 2 ഉലുവ ഇടും. അതുപോലെ ചിക്കൻ കറി വെക്കാൻ നേരം അത് പൊട്ടുമ്പോഴാണ് പിന്നെ ഞാൻ സവാളയൊക്കെ ഇട്ട് കൊടുക്കാറുള്ളത്. ഇട്ട് കൊടുക്കാവേ. സവാള ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമ്മൾ സവാള വഴണ്ട് വരാൻ വേണ്ടി നമ്മൾ കുറച്ച് ഉപ്പ് നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് അതിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് വേണം സവാള ഒന്ന് വഴറ്റി എടുക്കാൻ വേണ്ടിയിട്ട്. കുറച്ചൊന്ന് വഴഞ്ഞിട്ട് സവാള. ഈ പൊടിയൊന്ന് ഞാൻ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒന്ന് അരച്ചെടുക്കാം. നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്ന് അരച്ചെടുക്കണം. ഇങ്ങനെ നമ്മുടെ സവാള കുറച്ച് വഴണ്ട് വരുന്നുണ്ട് കേട്ടോ. ഇനി ഒന്ന് സമയം എടുക്കുന്നാലും ആകട്ടെ. എപ്പോഴത്തേക്കിന് സവാള കുറച്ച് വഴണ്ട് വന്നതിന് ശേഷം നമുക്കിനി ഈ ചതച്ച് വെച്ചിരിക്കുന്നത് എല്ലാം കൂടെ ഇതിലേക്കിട്ട് കൊടുക്കാം. ഇതിലേക്കിട്ട് കൊടുക്കാം. കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയും അങ്ങനെ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്ന് തിളച്ചിട്ട് സവാളയും ചതച്ച കൊച്ചുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ അതൊക്കെ ഒന്ന് നല്ലോണം വഴണ്ട് വരണം. വഴണ്ട് വന്നെങ്കിൽ മാത്രമേ നമ്മുടെ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ആ ഉള്ളിയൊക്കെ അതുപോലെ കിടക്കുന്നത് ഉണ്ടോ, എനിക്കത്ര ഇഷ്ടമില്ലാത്തതുകൊണ്ടാണോന്ന് അറിയില്ല. എനിക്കൊന്ന് വഴണ്ട് വരുന്നതിനോടാണ് ഇഷ്ടം. എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ലല്ലോ. എല്ലാവർക്കും അവരവരുടേതായിട്ടുള്ള ഇഷ്ടങ്ങളുണ്ടല്ലോ. അതുപോലെ എല്ലാവരും വെച്ചാട്ടോ.
ഇതൊക്കെ എല്ലാവർക്കും അറിയുന്നത്, എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയാണ് വെക്കുന്നത്. പിന്നെ നമുക്ക് എന്തെങ്കിലുമൊക്കെ വീഡിയോ എടുക്കണ്ടേ, അതുകൊണ്ടാണ് എന്നാൽ ഇങ്ങനെ അങ്ങ് തുടങ്ങാം എന്ന് വിചാരിച്ചത് കേട്ടോ. അതിലേക്ക് നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മുടെ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പൊടി ഇട്ട് കൊടുത്ത് ഒന്നോടൊന്ന് ഇളക്കി മിക്സാക്കണം. അരപ്പ് വരട്ടി വെച്ചിരിക്കുന്നത് കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ അരപ്പുമായിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഇനി ഒന്ന് അടച്ച് വെച്ച് വേഗം വെക്കണം കേട്ടോ. ഇനി ഒരു ചെറിയ ചൂടുണ്ട് ഈ വെള്ളത്തിന്. മിക്സിയുടെ ജാർ അത് കഴുകി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഇനി അടുപ്പിൽ വെച്ച് വേവിക്കുന്നുള്ളൂ കേട്ടോ. ഇനി ഗ്യാസിൽ വെക്കുന്നില്ല. ഇത്രയും ഞാൻ ഇതിനകത്ത് വെച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ബാക്കിയെല്ലാം നമുക്ക് അടുപ്പിലോട്ട് വേകാൻ വേണ്ടി വെക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാല എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ഞാൻ നമുക്ക് കിട്ടുന്ന എല്ലാ സാധനവും ഇട്ട് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് കേട്ടോ. അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഞാൻ നേരത്തെ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് ബാക്കി ഇട്ട് കൊടുക്കും. അങ്ങനെ നമ്മുടെ ചീനി തിളച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് ഇച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് ഞാൻ കല്ലുപ്പാണ് ഇടുന്നത് കേട്ടോ. ഇച്ചിരി കല്ലുപ്പിട്ട് കൊടുക്കാം. ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ നമ്മുടെ ചീനിയും റെഡിയായി. അരപ്പൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതൊന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. അങ്ങനെ നമ്മുടെ കപ്പ റെഡി. എല്ലാവരും വായോ കപ്പ തിന്നാ. ഇത് ഞങ്ങളുടെ സിങ്ക് കുറേ വർഷമായതാട്ടോ. 10-15 വർഷമായി ഞങ്ങളുടെ വീട് വെച്ചിട്ടല്ല. അതിനു മുമ്പ് ഞങ്ങൾക്ക് ഒരു വീടുണ്ടായിരുന്നു. അന്ന് അതിൽ വെച്ച സിങ്കാണിത്. ആ സിങ്ക് പിന്നെ എടുത്ത് കളഞ്ഞില്ല, ഇങ്ങോട്ട് വെച്ച്. അത് കുറേ കുഴപ്പങ്ങളൊക്കെ കാണും. അങ്ങനെ പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണ്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ഏകദേശമൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇതിനകത്ത് തീ ഇടുന്നില്ല കേട്ടോ. തീ ഇടാതിരുന്നാൽ മതി. ഇതിങ്ങനെ കിടന്ന് നല്ല എണ്ണ തിളഞ്ഞ് നല്ല മണമുണ്ട് കേട്ടോ. കറിക്ക് നല്ല മണമുണ്ട്, ടേസ്റ്റും ഉണ്ട്, കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഒന്ന് വെച്ച് നോക്കണേ. ഇങ്ങനെ ഈ കണലിൽ കിടന്ന് ഇനി അത് റെഡി ആയിക്കൊള്ളു കേട്ടോ. ലക്കി 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 ഓട്ടോക്കെ കഴിഞ്ഞോ ലക്കി? ലക്കി ലക്കി ലക്കിയെ നാളെ ഗ്രൂമിങ്ങിന് കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇന്ന് കുളിപ്പിക്കാതെ ഇട്ടിരിക്കുന്നത് കേട്ടോ. നാളെ കൊണ്ടുപോകുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ ഒരുപാട് എണ്ണയൊന്നും ഒഴിച്ചില്ല, പക്ഷേ അടുപ്പിൽ കിടന്ന് വെന്തത് കൊണ്ടാണ് ഇങ്ങനെ ആയത് കിട്ടിയത് കേട്ടോ. ഇപ്പോഴെങ്ങനെയുണ്ട്?
ചട്ടിയോടെ എടുത്ത് വെച്ചേക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ ചിക്കൻ കറി. പിന്നെ നമ്മൾ ഇങ്ങനെ കുറച്ച് സലാഡ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ പാചകമൊക്കെ കഴിഞ്ഞു. അതെല്ലാം ഞാൻ അടുപ്പിൻ്റെ അടുത്ത് തന്നെയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഊണ് കഴിക്കാറാകുമ്പോൾ കാണാം. അങ്ങനെ അടിപൊളിയായിരുന്നു കേട്ടോ. അടിപൊളി ടേസ്റ്റ് ഉണ്ട്. നമ്മുടെ ചിക്കനൊക്കെ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. സലാഡ് അപ്പോഴും നമ്മുടെ ഉച്ചയൂണ് ഇതൊക്കെയായിരുന്നു. ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ കറിയും. നമ്മുടെ മീനൊക്കെ നമ്മൾ എടുത്തില്ല, വെട്ടിക്കഴുകി നമ്മൾ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. അപ്പോഴും ചോറിട്ടിട്ട് വരാവേ. വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. മറക്കല്ലേ, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ടാറ്റാ ബൈ ബൈ. ഓക്കെ.